ആകാശ അത്ഭുത വിശ്വാസികളെ, നിങ്ങൾ ഇത് കാണുവിൻ. നല്ല സൂപ്പർ കൊൽക്കത്ത ബിരിയാണിയാണെന്ന് തോന്നുന്നു. ആത്മാവിനെ ആന്ത്രാക്സിൽ പൊതിഞ്ഞ അടിയറവ് വെച്ചവർക്കെല്ലാം ആക്ഷേപമായി ഇത് തോന്നുമെങ്കിലും ഇതാണ് സത്യം. തുപ്പിയാലും തുമ്മിയാലും തടവിയാലും തോണ്ടിയാലും താലോലിച്ചാലും വൃത്തി വേണമെന്ന് പറയുന്നവർക്ക് എന്തേ ആലിട്ട് ചവിട്ടിയ തറ എന്തേ താഴമ്പു മണ്ണമുള്ള തറയാണോ? സൂക്ഷ്മ വിശ്വാസികളായി മാറുമ്പോൾ ശാസ്ത്ര വിദ്വേഷികളായി നിങ്ങൾ മാറരുത്. മണ്ണിൽ ചവിട്ടാൻ പോലും മര്യാദ പഠിപ്പിച്ച മാസ്റ്റേഴ്സ് ആണ്. മര്യാദ വേണം, മറന്നു പോകരുത്, മര്യാദ കളയരുത്. ഇതെന്തോന്നോ ഇതുപോലെ പറഞ്ഞാ ബോഡി ഷേമിംഗ് ആയി പോകും. ഇത് മറ്റേ പ്രോട്ടീൻ പുഴുവാണെന്ന് തോന്നണം കേട്ടാ. ഇവ എന്തായാലും വെളിയിൽ നിന്ന് പാലൊന്നും ഉറപ്പായിട്ടും വാങ്ങൂലായിരിക്കും. യു ആർ വാട്ട് യു ഈറ്റ് നിങ്ങൾ കേട്ടില്ലേ? അതിന്റെ ഗജഗംഭീര ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത്. ചിലപ്പോ എന്തെങ്കിലും ഒബീസിറ്റി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ അസുഖമില്ലുള്ള ആളാണ്. പാവൊന്നും പറയാനും തോന്നുന്നില്ല. കുറച്ച് പിള്ളേര് സെർലാക്ക് കുടിക്കണൊക്കെ വലിച്ച് കേട്ടണം. നോക്ക്, ആ കൂനമ്മ ടാറ്റാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പഴയ ഒരു കാർട്ടൂണിൽ പറയുന്ന വാക്കാണ് പൂമ്പ. അതുപോലെ ഇരിക്കും ഇങ്ങനെ കണ്ട പൂമ്പെ പോലെ. നമുക്കാണ് ഡിസ്കസ്റ്റിംഗ്. ചിലപ്പോൾ ഇത് കഴിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് കാരണം നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെ കുഞ്ഞമ്മേനെ വരെ മറന്നു പോകും ചിലപ്പം. Bang, coba daun ubi. Ini daun ubi kalau di kampung kita kalau mah. Dan udah bungkus. Tunggu anjir. Tunggu babi. Tambah lagi, tambah. Tambah. Tunggu. Aduh. Itu 2 3. ഇതൊക്കെ ഒരു കണ്ടന്റ് ആടാം. കണ്ടന്റ് ഇതൊക്കെ നിനക്കൊക്കെ മെനങ്ങാന്ന് ചോരോരം ഇങ്ങോട്ടം വരെ വന്ന് ഇതുപോലെ ഒരു വീഡിയോ ഉള്ളെന്നറിയാൻ വേണ്ടി ഞാൻ എന്റെ പേജ് അറിയാതെ ഒന്ന് കയറി നോക്കി. എന്റെ പൊന്നെ, ആ പരിസരത്തോലും ആരും പോലേ. ഇത് തന്നെ എന്റെ കണ്ടന്റ്. എന്തെങ്കിലും തിന്നുമോ ആലോചിക്കും. ശരി സുഹൃതേരി ഭക്ഷണ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇതാണ് ദോശക്കട. മൈക്കിൾ ജാക്സൺ മരിച്ച പിന്നെ മാനസികമായി തകർന്ന ഒരു ഫാനിന്റെ കടയാണ്. ഒരു പ്ലേറ്റ് ദോശ ഇവന്റെ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 9 തൊട്ട് നിങ്ങൾ ഈ അത്യാചാരം കാണണം. മാർക്കറ്റിംഗ് എന്തായാലും കൊള്ളടേ. പൃഥ്വിരാജ് കണ്ടിരുന്നെങ്കിൽ എംബ്രാന്റെ പോസ്റ്റർ തവയിലും കൂടെ ഒട്ടിച്ചിരുന്നേനെ. അല്ല, ഐ മീൻ ഗുഡ് മാർക്കറ്റിംഗ്. അത് ആവു അടിക്കുന്ന സമയം കൊണ്ട് ആ തവയിൽ ഒരു 5 ചുരണ്ടക്കം ചുരണ്ടിരുന്നെങ്കിൽ 10 തുരുമ്പങ്ങ് പോയി കിട്ടിയേനെ. വിടക്കേണ്ടിലേക്ക് ഒരു ഭക്ഷണശാല ക്ലിക്ക് ആകാൻ എത്ര ഈസിയാണ്. തവയുടെ മുന്നിൽ നിന്ന് 2 തവളച്ചാട്ടം കാണിച്ചാലും അത് വേറലാവും. വിശന്നിട്ട് ഒരുത്ത ഇത് വായിക്കാൻ വന്ന് ഇവന്റെ വാരിക്കണം മൊത്തം അവൻ കേൾക്കണ്ടേ. ഇട മഹാഭാവികളെ, ഒന്നുമില്ലെങ്കിൽ തണ്ണിമൊത്തം നമ്മുടെ ദേശീയ പച്ചക്കറി അല്ലടാ. അല്ല, എനിവേ, ഇവനാണ് മുത്താംപള്ളിയിൽ ഉത്തമൻ ഹാജിയുടെ കുന്ത്രാണ്ട പുത്രൻ 12ാമൻ. അങ്ങേർക്ക് വീട്ടിൽ മരകൃഷിയായിരുന്നു. വെച്ചു വിട്ടതിൽ ഏറ്റവും വലിയ പേട്ട് മരമാണ് ഈ മരമൊണ്ണ. ചോദ്യമില്ലെങ്കിൽ ഉത്തരമില്ല, ആദ്യമില്ലെങ്കിൽ അവസാനവുമില്ല, ഈ അണ്ണനില്ലെങ്കിൽ അവരാധവുമില്ല. നീ എന്താണ് ഉദ്ദേശിച്ചത്? നല്ല 1-ാം തരം ഊത്തപ്പായിട്ടുണ്ട്. കൊള്ളാട മനെ, വാവുമായിട്ടുണ്ട്. നേരെ എടുത്ത് പശുവിനോട് അത് വായിൽ ചാണകം തെറിപ്പിച്ചു തരും. ഇത് കൊള്ളാട. ഇത് ആമയുടെ തോടായിട്ട് ഉപയോഗിക്കാം. ഫുഡ് സെൻസറിങ് നടത്തണം ഫോഴ്സ്ഫുള്ളി എങ്കിലും. പടച്ചോനെ, കൊടൂര പ്രവർത്തനം, കുൽസിത ഭോജനം, വിനാശ വിപ്ലവം, ആമാശയ സ്ഫോടനം. ഇതെല്ലാം ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച അന്തർമുഖനെ അന്തം വിട്ട് കുന്തം വഴിക്ക് ഞാൻ നിന്നപ്പോഴാണ് മനസ്സിലാക്കണം ഇതെന്തായാലും ഇന്ത്യയിൽ, അതായത് മേ ബി ഇത് ഇന്തോനേഷ്യയിലായിരിക്കും. ഇത് വാങ്ങിച്ചു കുടിച്ച നടു വളയാതെ നിവർന്ന് കിടക്കാനും പറ്റൂല, പരവതാനി വിരിച്ച് നീണ്ടു കിടക്കാനും പറ്റൂല വയറുവേന കാരണം. 3 മാസം മുന്നേ 3 മാസം പ്രായമുള്ള ഒരു കൊച്ചിന് ഡയപ്പർ മാറ്റണം ഞാൻ കണ്ടായിരുന്നു. അതാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്ന പെട്ടെന്ന്. കുടിച്ചു കഴിഞ്ഞ ഉടനെ നേരെ ഒരു ഓട്ടോ വിളിച്ച് ചുടുകാട്ടിലോട്ട് വെക്കും. അവന്റെ മോന്താണ്ട് അറിയാം, ഒറ്റ ഇരിപ്പിൽ ഒരു മുതലേ തിന്നുവന്നവൻ. ഈ മുതുക്കു മൊണ്ണ പച്ച ഇറച്ചി തിന്നോട്ട്. പക്ഷെ ഇവൻ തിന്നണ രീതി കണ്ട പശു പാല് തരൂല. ഇത് ചവയ്ക്കാതെ ഒറ്റ ഇരിപ്പിന് വിഴുങ്ങിട്ട് പെരുമ്പാമ്പ് ആടിനെ തിന്നിട്ട് താഴെ കിടന്ന് പെനയില്ല. അതുപോലെ ഇവൻ താഴെ വീണ്ടും 2 പെനയിൽ അങ്ങോട്ട് പെനയും. എന്നാലും ദഹിക്കും. മുതലവായൻ, വായ്പോളൻ, വെരുക വയറൻ. നമ്മൾ ഉണ്ടാക്കണ ഡിഷ് കണ്ട നാക്കില്ലാത്തവൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണം അല്ലേ? എന്റെ ഓർമ്മയിൽ എവിടെയോ ഈ ആഹാര സാധനം പോലൊരു സാധനം ഞാൻ കണ്ടുപോലെ. എന്തോന്നാണ് തന്തൂരി ഫ്രൈഡ് ചട്ടിയ. മധുരേശന്മാരുടെ മണിച്ചിത്രത്താഴാണ് നിങ്ങൾ ഈ കാണുന്ന. ഇത് കഴിച്ചാൽ കിട്ടുന്ന കിക്ക് കഞ്ചാവ് കിഴങ്ങിന്റെ കൂടെ കാല് വയറ്റിൽ കറി വെച്ച് തിന്നാ കിട്ടൂല. ഇത് കണ്ട് കൊതിവിട്ട് 4 ലിറ്റർ വെള്ളം എന്റെ വയറ്റിനകത്ത് ഇറങ്ങി. ഡയബറ്റീസ് അജണ്ടയിൽ ആദിഭാവം കാണാൻ പോയ സമയത്താണ് ഇവൻ ഈ വീഡിയോ എടുത്തേക്കണം. ഒറ്റ ഇരിപ്പിനും തിന്ന ഉറപ്പിച്ച് ഷുഗർ സുഭദ്രാദേവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചെവിക്കല്ലടിച്ചു തിരിക്കും. ഷുഗർ ഉള്ളൊരു ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഇൻസുലിൻ സൂചി കുത്താൻ ശരീരത്തിൽ സ്ഥലമില്ലാതാവും. മധുരം മനോഹരം കഴിച്ചാൽ പണി തരും. ഷുഗർ വരും, സലാം തരും, ഷേക്ക് ഹാൻഡും തരും. ശരിക്കും ഇളിച്ചോണ്ടിരിക്കും, ചുമർ ചിത്രത്തിൽ ചിരിച്ചോണ്ടിരിക്കും. ഉഗ്രവിസ്ഫോടനം, ഊഷ്മാണ്ഡ മണ്ഡലം, ഉലക വിസ്തീർണ മൊണ്ണനം. ആദ്യം കണ്ടത് സാമ്പിളാണ്. ഇത് കടിച്ചിട്ട് വയറിനകത്ത് നടക്കാൻ പോണതാണ് അണുവിസ്ഫോടനം. ഉണ്ടാവിനകത്ത് എന്താണ് കരിങ്കല്ല് കുറയെ വെടിമരുന്ന് കിട്ടി പൊട്ടിച്ച് കൊള്ളാണ്. നിങ്ങൾ ഇങ്ങനെയാണല്ലേ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണം. അതൊക്കെ വാങ്ങിച്ചിരുന്നത് ജനിതക മാറ്റം സംഭവിച്ച് 2 തലയുള്ള ആടിനെ കാണുമ്പോഴത്തേക്ക് ദൈവമാണെന്നും പറഞ്ഞ് നടക്കണം. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, അരജ്യാവസ്ഥയിലുള്ള ഒരു കുമ്പളത്തെ നിവർന്നിരിക്കാൻ പറ്റാത്തൊരു വരജ്ജൻ വെട്ടിബെടി പീസാക്കി മരണക്കുഴിയിലിട്ട് കലക്കി പ്രമേഹവും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഈ പേത്ത. പ്രമാണികൾക്കിടയിൽ പോലും ഇതിന്റെ മേന്മ പ്രശംസനീയമായിരിക്കുന്നു. പണ്ട് പഴയ തൊഴിൽ
തൊഴുത്തിൽ റബ്ബർ ഷീറ്റ് അടിച്ചിരുന്ന മെഷീനും അന്ന് അതേ തൊഴുത്തിൽ ആദ്യത്തെ പശുവിന്റെ പ്രസവം എടുക്കാൻ ഉപയോഗിച്ചൊരു പാത്രവും. പാത്രത്തിന് ചുറ്റും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ത് പവിഴപ്പുറ്റ. നിന്റെയൊക്കെ ചോരത്തിളപ്പിൽ നീയൊക്കെ ഇന്നിത് ചെയ്യും, പക്ഷെ എനിക്ക് നാളെയും ചെയ്യും, മറ്റന്നാളും ചെയ്യും, അതിന്റെ വീട്ടിൽ ചെയ്യും. അല്ല മരുന്നത് ചെയ്യുമല്ലോ. ആടാ ഇരുന്ന് പൊതിഞ്ഞ് വീട് കഴിക്കുന്നോണ്ട് വയറ്റിൽ ചക്രവാത ചുഴി ഉണ്ടാവട്ടെ. വക്രമാംസക. കൂട്ടുകാർ, ഇതാണ് ഇള്ളോളം തരി കുഞ്ഞൻ. മുള്ളാളം കൊള്ളിയിലാണ് വീട്. തള്ളേരെന്ന് അടി വാങ്ങിച്ച് നാട് വിട്ടാണ് ഇപ്പൊ ഐസ്ക്രീം ഫാക്ടറിയിലെ ഷെഫ്. അവന്റെ വായിക്കകത്ത് എപ്പോഴും സർഫ്. തികഞ്ഞ ഒരു തുപ്പലാട്ടുകാരനാണ് അവൻ. ഈ ഐസ്ക്രീം ഇങ്ങനെ തേച്ച് വിടുന്നോണ്ട് പരസ്പരം കൈ തമ്മിൽ ഒട്ടിപ്പോതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വായിക്കകത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന പ്രത്യേകതരം ലായനിയില്ലേ, കയ്യിലോട്ടങ്ങ് തുപ്പും. അവന്റെ തുപ്പല് തീയില് വീണാ തീ അണഞ്ഞു. ഇത്രയും നല്ലപോലെ തേക്കലുണ്ട്. ആ ഐസ്ക്രീം വെച്ചാൽ ചുമരും കൂടെ അങ്ങ് തേക്കടാ. അവനും അവന്റെ ഒരു ഐസ്ക്രീം ഇറങ്ങിപ്പോടാ വെടിമറ ചൂടാ. എന്റെ പൊന്നളി, അതെന്തോന്ന് സാധനം? വീട്ടിലെ പല്ലിക്കൊക്കെ ദിനോസറിന്റെ വലിപ്പോ. മാതേ മാജിക് മർദേ മേ ക്യാ ദേഖ്. നമ്മൾ ചിക്കനും ബീഫും ചെമ്മീനും ചിലപ്പോ ചാളേനെയും ചെങ്കലവേനെയും തിന്നൂലേ. അപ്പൊ സസ്യാഹാരികൾക്ക് എന്ത് വികാരമാണ് തോന്നണം, അതേ വികാരമാണ് നമുക്ക് ഇവരോട് ഇപ്പൊ തോന്നണം. പുള്ളി പല്ലിനെ അതേപോലെ ഒരു തിളച്ചെണ്ണയിലിടുന്നത് അതിനകത്തന്റെ പല്ലി കാട്ടം കാണൂലേ. എന്നാലും ഇത് ഏത് ഏഷ്യക്കാരനാണ് ഇത്? ചിലപ്പോ അഹങ്കാരം പിടിച്ച ടേസ്റ്റ് ആയിരിക്കുമല്ലേ ഇതിനൊക്കെ. കാണുന്ന നമുക്കിത് ഡിസ്കസ്റ്റിംഗ്, കഴിക്കുന്ന അവർക്കിത് ഡെലീഷ്യസ്. പാമ്പ്, അട്ട, പട്ടി, പശു, പഴുതാര പറഞ്ഞാണ്ടി വരത്തിലുണ്ട് പിന്നീട് പല്ലിയെത്തുന്നല്ലേ. അറിയാതെ നമ്മളിവിടെ ചെന്ന ഒമാരി ജായ ബേജി പുതിയ ഡിഷ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. കമ്പനി കുത്തി എടുക്കുമ്പോൾ പല്ലി. ഇത് നിന്നിട്ട് നന്നായിട്ട് പല്ല് എഴുതിട്ട് പോയില്ലെങ്കിൽ പെണ്ണുമ്പിള്ളെ കണ്ട് ചിരിക്കുമ്പോൾ പല്ലിന്റെ ഇടയിൽ ഒരു പല്ലി പാല്. ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കാത്ത സാധനം മോശമാണൊന്നുമില്ലല്ലോ. നമ്മളിവിടെ സ്റ്റീല് പാത്രത്തിൽ ചോറ് സാമ്പാറിനോട് ഞവടണ കണ്ടു കഴിഞ്ഞാൽ യോമാർക്ക് ചോനലുറുമ്പ് ഊമാരെ ചോറ്റാനിക്കരയിൽ കടിച്ച എക്സ്പ്രഷൻ ആയിരിക്കും മുഖത്ത് പറഞ്ഞത്. ഇവിടെ നമ്മുടെ സോക്കാൾഡ് ഭക്ഷണങ്ങൾ സൂര്യനെ കാണിച്ച് സൂക്ഷ്മ അണുക്കൾ സാക്ഷിയായി സെപ്റ്റിക് ടാങ്കിലിട്ട് കലക്കി തരണേക്കാളും കൊള്ളാം. സുഹൃത്തേരെ ഭക്ഷണ വിശ്വാസികളെ, തമ്പി മയിൽ വാഹനോ എന്നടാ പാനത് ഉൻ ആയുധമാ എങ്കിർന്ന് കിടച്ചത് ഉൻ ചിത്തപ്പാവുടെ അപ്പാവുടതാ. നീച്ച ഒരൊറ്റ പൂച്ചയെ പോലും കണ്ടില്ല. പരിസരം ക്ലീൻ ചെയ്യാൻ നീ എലികൾക്ക് കോൺട്രാക്ട് കൊടുത്തേക്കണ. ഓ ഓംലെറ്റാ. 1:30 ബസ് പോയിരുന്നടാ. ഇല്ലേല പാൻ എടുത്ത് ബസ്സിനടിയിൽ വെച്ചൂടെ, നിവരട്ടെ. ലോകത്ത് എവിടെയെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ്. ഇവനതിന്റെ നേതാവും ഔദ്യോഗിക വാഹനവും കൊണ്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് വലിക്കാൻ പോയേക്കണത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവത്യാഗം ചെയ്യുന്നവരും ഡിപ്രഷന് ഗുളിക കഴിക്കുന്നവരും ആ പാനിനെ ഒന്ന് ഓർക്കണം. അവശനായിട്ട് മണ്ണിന് വേണ്ടി പണിയെടുക്കുന്ന നിസ്വാർത്ഥനായ ആ മന്യൻ. സാമാന്യ എംബോക്കെയായ ഒരു മുതലാളി ഉണ്ടായിട്ടും അക്ഷരം മിണ്ടാതെ അടിമയായവൻ. സുഹൃത്തെ, നിന്റെ രക്തത്തിലെ കഴപ്പിന്റെ അളവ് നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എരുമേനെയും കുതിരേനെയും കൂടെ ഫ്യൂഷൻ ചെയ്തപ്പോ നീ ഉണ്ടായെന്ന് വെച്ച് ചോക്ലേറ്റും അരിയും കൂടെ ഫ്യൂഷൻ ചെയ്ത ബിരിയാണി അല്ല ചൊറിയാണിയാണ് ഉണ്ടാവണം. എന്തേലും കാണിക്കും. ഇതൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് വിൽക്കാതിരുന്നാ മതി. നോക്കിയോ, നിന്നെ എക്സ്പയർ ആയെന്നും പറഞ്ഞ നരകത്തിൽ പോലും കയറ്റൂടാ. പോക്കരത്തരത്തിന് ഷർട്ടും പാൻറ്റും ഇട്ട് നോബൽ സമ്മാനവും കൊടുത്ത് പാത്രത്തിന് ഒരു അടി കൂടെ കൊടുത്ത ഇവനായി. UMB കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്ന് ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളവൻ. ഓ അമ്മേ, ബലം തരൂ. ഏതോ മുള്ളാടി കയറിയ സാലം ഉണ്ടാക്കിയതാണ് ബർത്ത്ഡേ കേക്ക്. ഇങ്ങനൊരു കേക്ക് ബർത്ത്ഡേ കിട്ടിക്കഴിഞ്ഞാൽ ജനിക്കണ്ടായിരുന്നു തോന്നിപ്പോവും. ജന്മനാ വിരദോഷം വരമായി കിട്ടിയവരായിരിക്കും ഇങ്ങനത്തെ അസഫ്യ അറിവായ അലങ്കാരമായി കൊണ്ടു നടക്കുന്നത്. എന്തായാലും കേക്ക് എന്നാൽ ആ കൊതി അങ്ങ് പോയി കിട്ടില്ലേ തന്തോയം. ഓ മേരെ ആലംബന അവരത് തേക്കുന്ന പ്ലീസ് ബന്ദ് കർണ. എന്തൊരു കറിവേപ്പിലേക്ക് ഒട്ടിച്ചു വെച്ചേക്കണ കറക്റ്റ് ആയിട്ട്. രാജ്യാന്തര നിലവാരത്തിൽ ഇന്ത്യയെ തോപ്പിക്കാൻ ആരുണ്ട്? അവൻ ഞവിടൊക്കെ തിന്ന് ഒരു പൊരിമണി ഒരു ആവറേജ് അമേരിക്കൻ തിന്നാ കോമയിലാവും. അടുത്തവണ നീ അതിനകത്ത് കയറി നിന്ന് കാലുവച്ച് ചവിട്ടിക്കൊഴിച്ച് തുളുത്ത താണ്ഡവം ആണടാ മോങ്കുട്ട. മോഹൻ സിത്താരയുടെ സംഗീത സങ്കട സ്വാതന്ത്ര്യം തരുന്നത് പോലെ സാൽവേഷൻ സ്ട്രൈറ്റ് ടു സർവേശ്വരിലേക്ക് എത്താൻ കഴിക്കൂ ഇതിന് 2 എണ്ണം. എപ്രകാരമാണോ നിരീശ്വര പണ്ടികൾ ദൈവമില്ല എന്ന് അടിച്ചടിയുറച്ച് അത്ഭുതിച്ച് വിശ്വസിക്കുന്നത്, അപ്രകാരമാണ് യുവമാർ തവിയിലും കരണ്ടിയിലും കൈയുറയിലും വിശ്വസിക്കാത്തത്. ബ്രോ, ഹാർഡ് വർക്ക് ഡസന്റ് മീൻ ഇഗ്നോറിംഗ് ഹൈജീനിക് പ്രാക്ടീസസ്. വിയർ എ ഗോഡ് ഡാം ഗ്ലൗസ് മാൻ. കൈ വിളയാടുത് പുരിയിലെ എവന്റെ ടെർമിനേറ്റർ. ഇളച്ചെണ്ണയെ ചാടിച്ചത്തൊരു തവി അവിടെ ഇരിക്കണ സൈഡിൽ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എണ്ണ മുക്കിയ കൈവച്ച് നീ മൂലം ചൊറഞ്ഞാണ്. ഭക്ഷണ വിശ്വാസികളെ, ഇതാ ഒരിക്കൽ കൂടി ഈദ്. നിങ്ങൾക്ക് എന്റെ വക ആശംസകളും. ഈദായാലെന്ത്, ഇന്ദ്രേട്ടന്റെ പാല് കാച്ചലായാലെന്ത്, ഒരു തികഞ്ഞ വിമർശകന് ഒതുങ്ങി നിൽക്കാനാകില്ല, ഓഫ് എടുക്കാനാകില്ല. എന്താ ഇത്, കീമോതെറാപ്പി കേക്കോ അതോ കുടൽമാല ക്രിയേഷനോ? എടാ മോനെ, നീ കുത്തിയിരുന്ന് കുളിക്കണ വെള്ളത്തിൽ അരി കഴുകല്ലേടാ. ബ്രിട്ടീഷുകാരൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയാലെന്ത്, ബ്രിട്ടനിൽ പോയി പഠിച്ചാലെന്ത്, തട്ടിയും മുട്ടിയും ജീവിതം പോണമെങ്കിൽ ജനങ്ങൾക്ക് വിഷമിക്കണം. ഒരുമാതിരി കുഴൽ വാങ്ങിച്ചു വന്നപ്പോ ഊത അടുപ്പില്ലാത്ത അവസ്ഥ. അല്ല, ഞാൻ ഇവരോടൊക്കെ എന്ത് പറയാൻ, വെളുക്കാൻ തേച്ചത് പാൻ പരാഗന്നേ അവര് പറയൂ. സത്യം, പേടിച്ചാണ് ജീവിക്കണം. എപ്പോഴാണ് എവിടെ നിന്നാണ് ഫുഡ് പോയിസ് അടിച്ചിറക്കി തരണമെന്ന് പറയാൻ പറ്റൂലേ. ചേച്ചിയുടെ ഇരിപ്പും മട്ടും ഭാവവും കൈവിരുതും കണ്ടിട്ട് തുണിയലക്കായിരുന്നല്ലേ നേരത്തെ പണി. നൈസർഗിക സ്വഭാവം ഇപ്പോഴും മറന്നില്ല കേട്ടോ. ഒരിക്കലും ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല. പേടിച്ച ദുഃഖം പോസ്റ്റ്മാൻ കൊണ്ടുവരുന്നാണ് പറയണ. ഒരു രാജ്യത്ത് ഒറ്റ ചേർന്ന് ഓംലറ്റ് അടിയും കരണത്തടിയും വയറ്റത്തടിയും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു ജനവിഭാഗം എതിർത്ത് നിന്ന് നിർത്തലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇതൊക്കെ? അവകാശവാദങ്ങളും കൾച്ചറൽ കാരണങ്ങളും പാവപ്പെട്ടവന്റെ പ്രിവിലേജും അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എതിർത്തവന്റെ അണ്ടം കാഞ്ഞ ആപ്പീസ് പൂട്ടുമല്ലാതെ ഇതിനൊക്കെ ഒരു തീരുമാനം ഒരു കാലത്തും ഉണ്ടാകൂല. ഇനി ഒറ്റ കാര്യം ചെയ്യാം. മദ്യം പാനിക്കുന്നത് അപകടം എന്ന് എഴുതുന്നത് പോലെ എരിവോടെ ഭക്ഷണം ആമാശയ വിപത്തിനെന്ന്. അപ്പൊ ശരി, പരന്തു സങ്കല്പ ലോകത്ത് ഇതൊക്കെ നടക്കും.